നമസ്കാരം രാജഗോപാലൻ സാർ. വരുന്ന തെരഞ്ഞെടുപ്പിൽ നമസ്കാരം അർജുൻ. 2020യുടെ സ്വാധീനം എങ്ങനെ നോക്കിക്കാണുന്നു കുന്നത്തുനാട്ടിലും പെരുമ്പാവൂരിലും? അർജുൻ, നമ്മള് രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഒരു സാധ്യതയുടെ ഒരു കലയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ നിർണായകമാണ്. 7-ാം തീയതി ഇന്നിപ്പോ 6 നാളെ പ്രചരണം അവസാനിക്കുന്നു. 9-ാം തീയതി തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ നിശബ്ദ പ്രചരണം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇതുവരെ നടക്കുന്ന ഒരുപാട് ചാനലുകളും പത്രങ്ങളും സർവേകളും ഒക്കെ നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സാധ്യതാ സർവേകൾ നടത്തുന്നു. അവരെല്ലാം പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു വിധപ്പെട്ട എല്ലാ മാധ്യമങ്ങളും അക്കാര്യത്തിൽ ഒരു പൊതുവായിട്ടൊരു ട്രെൻഡ് വന്നിരിക്കുന്നത്, എല്ലാവർക്കും ആർക്കും കൃത്യമായ ഒരു ഭൂരിപക്ഷം ഉണ്ടാകുകയില്ല. അതായത് ഒരു തൂക്ക് സഭയുടെ സാധ്യതയാണ് പലരും പറയുന്നത്. ചെറിയ എഡ്ജൊക്കെ പറയുന്നുണ്ട്, ചെറിയ പോസിബിലിറ്റി മാത്രമേ പറയുന്നുള്ളൂ. UDF-നെ വീണ്ടും ഭരണത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലും, അതേപോലെ LDF-ന് തുടർഭരണം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും ഒന്നും വ്യക്തമായിട്ട് ഒരു ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല. അതായത് ഒരു സ്വീപ്പ് ചെയ്യാവുന്ന ഏതെങ്കിലും ഒരു മുന്നണി ആധികാരികമായിട്ട് ജയിച്ചു കയറാമെന്ന് ഒരു ചാനലും ഒരു സർവേയും പറയുന്നില്ല എന്നുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് അവര് തേർഡ് ഫോഴ്സിനെയാണ് അവിടെ വിശകലനം ചെയ്തത്. തേർഡ് ഫോഴ്സ് വരുമ്പോൾ NDA മുന്നണിയിലെ BJP സ്ഥാനാർത്ഥികളുടെ സാധ്യതകളെ കുറിച്ചാണ് ചാനലുകൾ സംസാരിക്കുന്നത്. അതായത് BJPക്ക് വോട്ട് വർധന ഉണ്ടാവും. തീർച്ചയായിട്ടും വർധന എല്ലാ തെരഞ്ഞെടുപ്പുകളും അത് തന്നെയാണല്ലോ കാണുന്നത്. ഇപ്രാവശ്യം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ സംസ്ഥാന അധ്യക്ഷൻ പഴയ കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ശാസ്ത്രീയമാണ്. ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടാണ് അദ്ദേഹം നടത്തുന്നത്. തീർച്ചയായിട്ടും വോട്ട് കണ്ടെങ്കിലേ പറ്റുള്ളൂ. BJPയുടെ പെർസെന്റേജ് കണ്ടെങ്കിലേ സാധ്യതയുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് BJPയുടെ സാധ്യതകളാണ് നേമത്ത്, അല്ലെങ്കിൽ പാലക്കാട്ട്, കാസർഗോഡ് മണ്ഡലത്തില്, ഇവിടെയൊക്കെ, അല്ലെങ്കിൽ കഴക്കൂട്ടത്ത്, ഇവിടെയൊക്കെ BJP സാധ്യതകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിപ്പോ ഇതിനകത്ത് നിന്ന് മാറുകയാണ്. BJP ആണല്ലോ അവരുടെ ഏറ്റവും വലിയ. തീർച്ചയായിട്ടും അവർ 99 സീറ്റിൽ മത്സരിക്കുന്ന BJP തന്നെയാണ്. സഖ്യം 140 സീറ്റ് 99 മത്സരിക്കുന്ന BJP തന്നെയാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ സ്വാധീനമുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് സ്വാധീനമുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യുന്നത് 2020 അവർ മുന്നണിയിൽ എടുത്തിരിക്കുകയാണ്. ഇതുവരെ BDJS മാത്രമായിരുന്നു ഘടകകക്ഷിയായിട്ടുണ്ടായിരുന്നത്. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന BDJS. പക്ഷെ ഇപ്രാവശ്യം 2020 കൂടെ കൊണ്ടുവന്നിരിക്കുന്നു. 2020 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്ന അവർ രാഷ്ട്രീയ സംഘടനയായിരുന്നില്ല. അവരവിടുത്തെ സോഷ്യൽ വർക്കുകൾ ചെയ്യുന്ന ഒരു NGO പോലത്തെയോ ഒരു സംഘടന എന്നുള്ളത് പറയാം. രാഷ്ട്രീയ സംഘടന തന്നെ പറയാൻ അവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. അതിന്റെ എല്ലാ പാട്രൺ എന്ന് പറയാവുന്ന ആളെന്ന് പറയുന്നത് കിറ്റക്സ് ഗ്രൂപ്പിന്റെ മുതലാളിയായ ശ്രീ സാബു M ജേക്കബ് ആയിരുന്നു. അദ്ദേഹം വലിയ കോടീശ്വരനാണ്. ഇപ്പൊ ഇന്ത്യയിലും വിദേശത്തും, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ വലിയ ബ്രാൻഡഡ് കമ്പനികളാണ് അവരുടേത്. വളരെ പിടിച്ചുപറി കുട്ടികളുടെ കിറ്റക്സിന്റെ പ്രോഡക്ട്സുകളെ കുറിച്ചൊക്കെ എല്ലാം അറിയാവുന്നതാണല്ലോ. അവിടെ അമേരിക്കയിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കൻ കുട്ടികൾ വാരി എടുത്തുകൊണ്ട് പോകുന്ന പ്രോഡക്റ്റ് ആണ് അവരുടേത്. അതാണ് കിറ്റക്സിന്റെ ഒരു വലിയ വരുമാനം എന്ന് പറയുന്നത്. ഇപ്പൊ അവര് തെലങ്കാന സർക്കാർ അദ്ദേഹത്തെ വളരെ സ്വീകരിച്ചു കൊണ്ടുപോയി തെലങ്കാന ഫാക്ടറി ആരംഭിച്ചിരിക്കുന്നു. കർണാടകത്തിലും തുടങ്ങിയിരിക്കുന്നു. ഇവര് തുടങ്ങിയത് കുന്നത്തുനാട്ടിലാണ് അവരുടെ ഫാക്ടറി ഉണ്ടായിരുന്നത്. ആ മണ്ഡലത്തിലാണ് അവരുടെ ഇതുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരുടെ ഈ ലാഭവിഹിതത്തിന്റെ 1% എന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപ വരും കേട്ടോ. CSR ഫണ്ട് എന്ന് പറയും. അത് ഉപയോഗിച്ചിട്ട് CSR ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പഞ്ചായത്തില് അത് നിൽക്കുന്ന സ്ഥലങ്ങളില് ഉള്ള ജനങ്ങൾക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ അവർ കൊടുക്കുക. അവിടെ റോഡ് പണിയുക, അതേപോലെ തന്നെ പാലങ്ങൾ പണിയുക, അതേപോലെ അവിടുത്തെ ആളുകൾക്ക് എന്തെല്ലാം സൗകര്യം കൊടുത്തിരിക്കുന്നത്. അവരുടെ വലിയ മാളൊക്കെ ഇല്ലേ, അവരുടെ വലിയ കിഴക്കമ്പലം മാളിലേക്ക് ചെന്ന് നോക്കുക. അത് വലിയ മാളാണ്. വലിയ മാളെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50% വിലക്കിഴിവിലാണ് ഓരോ സാധനങ്ങൾ, നിത്യോപ സാധനങ്ങൾ കിഴക്കമ്പലം പഞ്ചായത്തിലുള്ളവർക്ക് അവർ കൊടുക്കുന്നത്. അതായത് 1 കിലോ പഞ്ചസാരയ്ക്ക് 40 രൂപയാണെങ്കിൽ 20 രൂപ കൊടുത്താൽ മതി. അങ്ങനെ ഓരോ വസ്തുക്കളും, ഭക്ഷ്യവസ്തുക്കളടക്കം. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അവര് കിഴക്കമ്പലത്ത് താമസിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ള ഒരു പ്രത്യേക നിബന്ധന മാത്രമേ അതിനകത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ ചിലവരെ പഞ്ചായത്ത് ഇത്രയെല്ലാം നൽകിയിട്ടും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി അവർക്ക് നേരിട്ടില്ലേ? തിരിച്ചടി വെച്ചാൽ അത് സ്വാഭാവികമാണ്. അതിനകത്ത് കുറച്ചായി കഴിയുമ്പോൾ ഗ്രൂപ്പിസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, താല്പര്യങ്ങൾ ഉണ്ടാകും. പിന്നെ ഇതിനെ തകർക്കണം. ഇത് കേരളം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ?
അല്ലെങ്കിൽ എറണാകുളം ജില്ല മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് തകർക്കണം എന്നുള്ള ലക്ഷ്യം അതിന്റെ പുറയിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് അവിടുത്തെ എം എൽ എയുമായിട്ട് വളരെ തർക്കത്തിലായിരുന്നു. ഓരോ സമയത്ത് എത്ര റെയ്ഡ്, 8-9 റെയ്ഡാണ്. ഒരു ദിവസം തന്നെ 3 റെയ്ഡൊക്കെ അവിടെ നടന്നിരുന്നു. പ്രത്യേകിച്ച് CPM-ഉമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് അതിന്റെ കാരണമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിഷമസന്ധിയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിനെ NDA മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നത്. NDA മുന്നണിയിൽ എടുക്കുന്നത് വലിയ സാമ്പത്തിക അടിത്തറയുള്ളതാണ്. കേരളത്തിൽ തന്നെ 3000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് അന്ന് പറഞ്ഞതാണ്. ഇപ്പൊ തെലങ്കാനയിലാണ് ആ പണം പോയിരിക്കുന്നത്. 3000 കോടി തെലങ്കാനയ്ക്ക് പോയിരിക്കുന്നു. ആന്ധ്രയിലേക്ക് 2000, ആന്ധ്രാപ്രദേശിലെ 2000 കോടി ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ അത്ര വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെയാണ് ഇപ്പൊ NDAയുടെ മുന്നണി കിട്ടിയിരിക്കുന്നത്. അപ്പൊ രാജീവ് ചന്ദ്രശേഖറെ പോലെ ഒരു ബിസിനസ് മാഗ്നറ്റ്, അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് നല്ല ലക്ഷ്യബോധമുണ്ടല്ലോ, അവർക്കറിയാം എന്താണ് ഇതിന്റെ സാധ്യത എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ യാക്കോബായ സമുദായത്തിന് വളരെ സ്വാധീനമുള്ള പ്രദേശവുമാണിത്. ഈ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകൾ ഉള്ള സ്ഥലങ്ങളാണ്. കുന്നത്തനാടും പെരുമ്പാവൂരും ഒക്കെ, പിറവം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് നല്ല സ്വാധീനമുള്ളതാണ്. അതുകൊണ്ടാണ് എറണാകുളം ജില്ലയിൽ UDF എല്ലാ കാലത്തും അവരുടെ ഒരു മേൽക്കൈ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷത്തിന് യാക്കോബായ സഭാ പ്രതിനിധികൾ ജയിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ അപ്പൊ എന്തുകൊണ്ടാണ് ശ്രീ സാബു M. ജേക്കബിനെ NDAയിലേക്ക് എടുത്തെന്നുള്ള ചോദ്യത്തിന് ഉത്തരവാകുകയാണ് അവിടെ എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം സാബു തന്നെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നല്ല സ്വാധീനമുണ്ട് ഉള്ള സ്ഥലങ്ങളാണിത്. കുന്നത്തനാട് മണ്ഡലത്തിലും അതേപോലെ തന്നെ പെരുമ്പാവൂരിലും സഭയ്ക്ക് നല്ല സ്വാധീനമുള്ളതാണ്. കുന്നനാട്ടിലെ കണക്ക് അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ? കുന്നനാട്ടില് കഴിഞ്ഞ തവണ 2800 വോട്ടുകൾക്കാണ് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി MLA കോൺഗ്രസ് തൊട്ടു പിന്നാലെ വന്ന് സജീന്ദ്രൻ ജയിച്ചത്. തൊട്ടു പിന്നാലെ വന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി സജീന്ദ്രനെക്കാട്ടിൽ 2800 വോട്ടിന്റെ വ്യത്യാസമേ അവിടെ ഉള്ളൂ. അതേസമയം 2020 2020യുടെ വോട്ടുകളാണ്. അവർ 42,000 വോട്ട് അവിടെ പിടിച്ചിരിക്കുന്നു. 42,000 ചില്ലുവാൻ വോട്ട് അവരവിടെ പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ BJP ഉണ്ടായിരുന്നു. BJP ഏതാണ്ട് 7,000-ൽ പരം 7,500-ൽ പരം വോട്ടുകളോട് ഏതാണ്ട് അത് രണ്ടും കൂടെ കൂട്ടി വരുമ്പോൾ ഏതാണ്ട് 50,000 അടുക്കുകയാണ്. ഏതാണ്ട് 50,000-ത്തിനടുത്ത് വോട്ടുകൾ വരുന്നുണ്ട്. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടിയ 49,000 ഉള്ളൂ. ആലോചിക്കണം. അതേപോലെ തന്നെ ഇടതുപക്ഷ ശക്തമായ ത്രികോണ മത്സരമല്ല. ഒരു പക്ഷെങ്കിൽ സാബുവിന്റെ ഈ സ്വാധീനം അതേപോലെ തന്നെ ഇപ്രാവശ്യം കൊണ്ടുപോയിരിക്കുന്ന സ്ഥാനാർത്ഥിയെ നോക്കുക. ആ മണ്ഡലത്തിലുള്ള ആളല്ല, കോൺഗ്രസ്സുകാരനാണ്. വർഷങ്ങളായിട്ട് കോൺഗ്രസിന്റെ ഭാരവാഹിന് അടൂരിൽ ചെയർമാനൊക്കെ ആയിരുന്നു. വളരെ കോൺഗ്രസിൽ നിന്ന് ഒന്നും നേടിയില്ല. രാഷ്ട്രീയത്തിൽ ഒന്നും നേടാതെ വളരെ ഗതികെട്ട് അയാളുടെ കുടുംബവും വീടും വസ്തുക്കളും എല്ലാം ജപ്തിയായി അവസാനം എന്തോ ചെറിയ ജോലിയൊക്കെ ചെയ്ത് കുടുംബം കഴിക്കുകയാണ്. ഒരു നഗരസഭയുടെ ചെയർമാനോ വൈസ് ചെയർമാനോ ഒക്കെ ആയിട്ടിരുന്ന ആളാണ് അദ്ദേഹം അടൂര്. ഒന്നും ഉണ്ടായില്ല, രാഷ്ട്രീയത്തിൽ ഒന്നും ഉണ്ടാക്കാതെ വളരെ ദരിദ്രൻ. വളരെ സങ്കടപ്പെട്ട് കരയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കരച്ചിൽ കേട്ടിട്ട് ഒരു മനസ്സലിഞ്ഞെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു ശുദ്ധ മനസ്കനെ ഇതാ ഞാൻ എടുക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് സാബു M. ജേക്കബ് അദ്ദേഹത്തെ കുന്നത്തനാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ശക്തമായ മത്സരമായിരിക്കും, അതിശക്തമായ. കാരണം ഒന്നും പറയാനില്ല, ഒരു നെഗറ്റീവ്സ് ഒന്നും ആ സ്ഥാനാർത്ഥിയെ കുറിച്ചില്ല. മറ്റേതന്നെയല്ല, അവർക്ക് പരസ്പര ആരോപണങ്ങൾ ഉന്നയിക്കാം. LDF UDF സ്ഥാനാർത്ഥികൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. പക്ഷെ ഇതങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടും ആകെ 2,800-ന്റെ ഡിഫറൻസ് ആണ് അവിടെ കാണുന്നത്. അപ്പൊ സാബു M. ജേക്കബ് പറയുന്ന കണക്ക് വളരെ കൃത്യമാണ്. അതേപോലെ തന്നെ പെരുമ്പാവൂരിലേക്ക് നോക്കുക. പെരുമ്പാവൂർ തന്നെയാണ് സംഭവിക്കുന്നത്. പെരുമ്പാവൂരിലെ 53,000 വോട്ടിനാണ് എൽദോസ് കുന്നപ്പള്ളി 53,000-ൽ ചെല്ലുവാന വോട്ടിനാണ് അവിടെ വരുന്നത്. അതേപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി 3,000 അതും കഷ്ടിച്ചത്രേ ഉള്ളൂ. അത്ര ചെറിയ ഡിഫറൻസിലാണ് ജയിച്ചത്. പക്ഷേ പെരുമ്പാവൂർ എൽദോസിന് സീറ്റ് കൊടുത്തില്ല. അതെന്ത് മാനദണ്ഡമാണ് അല്ലേ? അവിടെയും യാക്കോബായ സഭയ്ക്ക് നല്ല സ്വാധീനമുണ്ട്. മകൻ തന്നെയാണ് എൽദോസ്. കോൺഗ്രസിന്റെ വിശദീകരണം സ്ത്രീ പീഡന ആരോപണം അങ്ങനെ ഉണ്ടെങ്കിൽ ആരെയെല്ലാം മാറ്റി നിർത്തണമായിരുന്നു അവിടെ. കോൺഗ്രസിനകത്ത് തന്നെ പറഞ്ഞില്ലേ, കോൺഗ്രസിൽ അത്തരം ആരോപണങ്ങൾ നേരിട്ട MLA-മാർക്കൊക്കെ സീറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ ഇപ്രാവശ്യം. അപ്പൊ എൽദോസിനോട് മാത്രമായിരുന്നു എന്തിനായിരുന്നു ഒരു വിവേചനം ഉണ്ടായിരുന്നത്? എൽദോസ് അവസാന നിമിഷം വരെ അത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. സഭയും എതിർത്തിരുന്നു. സഭയുടെ പ്രകടനം വരെ അവിടെ നടന്നില്ലേ? സഭാ മക്കൾ എന്ന് പറഞ്ഞിട്ട് അവർ തെരുവിലിറങ്ങി പ്രകടനം നടത്തിയിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴേ BJPക്കും 2020ക്കും കൂടെ അവിടെ ഏതാണ്ട് 35,000-ൽ പരം വോട്ടുകൾ അവരവിടെ പിടിച്ചിട്ടുണ്ട്. 35,000 വോട്ടുകൾ ഈ രണ്ട് മുന്നണിയും കൂടെ പെരുമ്പാവൂരിൽ പിടിച്ചിട്ടുണ്ട്. അത് എൽദോസിനെ 50,000-ന് മുകളിൽ, മറ്റേത് ഏതാണ്ട് അറൌണ്ട് 50-ലാണ്. ചെറിയ മാർജിനാണ് അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി എൽദോസ് ജയിച്ചത്.
ഒരു വലിയ വ്യത്യാസമല്ല. 15,000 വോട്ടിന്റെ വ്യത്യാസമാണ് നമ്മളവിടെ നിലവിൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 7,500 വോട്ട് അവിടെ മറിയുകയാണെങ്കിൽ സാധ്യതയുണ്ട് അവിടെ. കാരണം നെഗറ്റീവ്സം നിൽക്കുന്നു അവിടെ. എൽദോസിനോട് താല്പര്യമുള്ള ആളുകളുടെ വോട്ടുകൾ എങ്ങോട്ട് പോകും കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അത് എങ്ങോട്ട് മറിയാൻ, എങ്ങോട്ട് വേണമെങ്കിലും മറിയാം. കാരണം എൽദോസിന് കൊടുക്കാഞ്ഞത് ഒരിക്കലും ന്യായീകരിക്കാനാകത്തില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും അതേപോലെ സഭയുടെ തീരുമാനം. അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ യാക്കോബ സഭയ്ക്ക് സ്വാധീനമുണ്ട്, അതേപോലെ തന്നെ പണമുണ്ട്. ഇപ്പൊ ഈ നമ്മൾ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു വലിയ ഘടകം എന്ന് പറഞ്ഞ സാമാണ് അല്ലേ. ഇപ്പൊ മിനിമം 15 ദിവസം 20 ദിവസം പ്രചരണത്തിനുള്ളത് കൊണ്ടാണ് പല മുന്നണികളും പല സ്ഥാനാർത്ഥികളും രക്ഷപ്പെട്ടത്. പണ്ടൊക്കെയാണ് 1 മാസം 1.5 മാസം ഒക്കെ പ്രചരണത്തിന് വരും. എവിടെ കിട്ടും സാമ്പത്തികം വലിയ ഘടകമാണ്. പ്രത്യേകിച്ച് ഭരണമില്ല. കോൺഗ്രസ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഭരണമില്ല അവർക്ക് കേരളത്തിലെ 10 വർഷമായിട്ട് അവർ അധികാരത്തിലില്ല. ഇതിനുള്ള പണം ഉണ്ടാക്കണ്ടേ, ഓരോ ദിവസത്തെ ചെലവിനുള്ള പണം ഉണ്ടാക്കണ്ടേ. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 40 ലക്ഷം രൂപ 50 ലക്ഷം എന്നൊക്കെ പറയാം. നമുക്കറിയാം എത്രയൊക്കെ ചെലവ് വരുന്നു. ഇപ്പൊ ഒരു 1.25 എന്നൊക്കെ പറയാം. പക്ഷെ ചെലവ് നമുക്കറിയാം എത്രയാ വരുന്നെന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ചില സ്ഥാനാർത്ഥികൾ പറഞ്ഞ കോടികളിലേക്കാണ് ചെലവുകൾ പോകുന്നത്. ഒരു ദിവസത്തെ ഒരു സ്ഥാനാർത്ഥിയുടെ പര്യടനം പൂർത്തിയായി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് കോടിക്കണക്കിന് രൂപയുടെ ചെലവ് വരികയാണ്. ഇതിൽ എവിടുന്ന് ഫണ്ട് കൊടുക്കും? എവിടുന്നാണ് ഫണ്ട് കൊടുക്കുന്നത്? അപ്പൊ ഇത്തരം കാര്യം ഇതിനൊക്കെ മാനേജ് ചെയ്യാൻ, ഇതിനെയൊക്കെ ഒരു പ്രൊഫഷണൽ രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിവുള്ള ആളും തന്നെയാണ് ശ്രീ സാബു ജേക്കബ്. അതുകൊണ്ടാണ് അവർ 19 സീറ്റിലാണ് അവർ മത്സരിക്കുന്നത്. ഇപ്രാവശ്യം 19 സീറ്റ്. അത് തന്നെ ആക്ഷേപം ഉണ്ടായിരുന്നു, എന്തിനാണ് ഇവർക്ക് 19 സീറ്റ് കൊടുത്തത്. അപ്പൊ അതിനും സാബു കൃത്യമായ ഉത്തരം കൊടുക്കുന്നുണ്ട്. ഞാൻ പുതിയ പല മണ്ഡലങ്ങളിലും എന്റെ പുതിയ ജെൻസി വോട്ടർമാർക്കാണ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. അല്ലാതെ കൺവെൻഷണൽ രാഷ്ട്രീയക്കാരെ എനിക്ക് വേണ്ട, അവരുമായിട്ടുള്ള ഒരു നിലപാടിലേക്കല്ല. ഇപ്പൊ തന്നെ ഏറ്റുമാനൂർ സ്ഥാനാർത്ഥിയെ കണ്ടിട്ട് 25 വയസ്സല്ലേ നോമിനേഷൻ കൊടുക്കാനുള്ള കൃത്യമായ പ്രായമാണ് അതിനുള്ളത്. വലിയ സോഷ്യൽ മീഡിയയിൽ വലിയ ഓളം ഉണ്ടാക്കുന്നുണ്ട്. ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതല്ല പ്രശ്നം. തൃപ്പൂണിത്തറ മണ്ഡലം ഇതേപോലെ തന്നെയാണ്. ഒരു താരത്തിനാണ് കൊടുത്തത് ആ സീറ്റ് കൊടുത്തത്. അദ്ദേഹത്തിന് അതിന്റെ എന്താണ് ബിജെപിക്ക് വോട്ടുള്ള മണ്ഡലമാണ്. നഗരസഭ ബിജെപിയാണ് ഭരിക്കുന്നത്. നഗരസഭ ബിജെപിയാണ് അവിടെ ഭരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇപ്പൊ തൃപ്പൂണിത്തറയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളെ കൂടെ നമുക്ക് നോക്കണം. ഈഴവ സമുദായത്തിന് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് ചുറ്റുമുള്ള പ്രദേശങ്ങള്. അതും അത് പിറവത്തിനോട് അതിന്റെ മണ്ഡലത്തിലൂടെ ചേർന്ന് കിടക്കുന്ന ചോറ്റാനിക്കരയോടെ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അവിടെയും യാക്കോബായ സഭയ്ക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ എന്താണ് ഇത് ഇത്തരം കാര്യങ്ങളിൽ ഒരു പരീക്ഷണമാണ് അവിടെ നടക്കുന്നത്. അവിടെ അതാണ് സാബു പറയുന്നത്. പുതിയ തലമുറയ്ക്ക് വേണ്ടേ ഒരു അവസരം വേണ്ടേ. അപ്പൊ എന്നിരുന്നാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനമായി മാറാൻ സാബു ജേക്കബിന് കഴിയട്ടെ. കോതമംഗലവും കുന്നത്തുനാടും പിടിച്ചെടുക്കാൻ സാബു ജേക്കബിന് കഴിയട്ടെ. കുന്നത്തുനാടും പെരുമ്പാവൂരും കോതമംഗലം അല്ല, പെരുമ്പാവൂർ മണ്ഡലമാണ്. കുന്നത്തുനാടും പെരുമ്പാവൂരും ഞാൻ വലിയ സാധ്യത കാണുന്നു.